Hey guys, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഷവോമി പുറത്തിറക്കിയ Mi 11 എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോണാണ്. ഇതിൻ്റെ അൺബോക്സിങ്ങും അതോടൊപ്പം ഒരു ഫുൾ ഓവർവ്യൂയും ഗീവ് അവേയും നടത്തുന്നുണ്ട്. ഗീവയുടെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം മെഗാ ഗീവയുടെ റിസൾട്ട്സ് ഒക്കെ വരുന്നതാണ്. ഇതാണ് നമ്മുടെ ഷവോമി 11ൻ്റെ ബോക്സ്. സോ ഇത് ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാങ്കുട്ടി എന്നാണ് പ്രൊഡക്റ്റ് വന്നത്. അപ്പം എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് വേറെ ആരും അൺബോക്സ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഗീവ് അവേയും കൂടെ നടത്തുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇല്ല, ടെലിഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും ബയോയിലും കൊടുത്തിട്ടുണ്ട്. സോ ബോക്സ് ഓപ്പൺ ചെയ്യുന്നിടത്ത് നമ്മുടെ ബോക്സിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ 8GB RAM 128GB സ്റ്റോറേജ് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ മറന്നുപോയി. പ്രൊഡക്റ്റ് ചൈനീസിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഇന്ത്യയിൽ ഇതൊരു ലോഞ്ച് ചെയ്തിട്ടില്ല. ഇതൊരു ചൈനീസ് വേരിയൻ്റ് ആണ്. സോ നിങ്ങൾക്ക് ഗ്ലോബൽ വേരിയൻറ്റ് മേടിക്കാം. അതോടൊപ്പം നേരത്തെ അൺബോക്സ് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അവരുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കുഞ്ഞു ബോക്സിൻ്റെ അത് നമുക്ക് കേസും ഡാറ്റ കേബിളും പിന്നെ കുറച്ച് കാർഡ്സും എന്താ പറയുക പേപ്പർ വർക്ക്സും കിട്ടത്തുള്ളൂ. അത് നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൻ്റെ നേരത്തെ ഒരു അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഈ ഒരു കളറ് ഞാൻ കൂടുതലും ഇഷ്ടപ്പെട്ട് കിട്ടിയ ഒരു കളറാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കളറാണ് MIയുടെ ഈ 11ൻ്റെ ഈ ഒരു കളറ്. സോ ഓവറോൾ ഈ ഒരു കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ബ്ലൂ ആണ് കുറച്ചുകൂടി എറിച്ച് ഈ ഒരു കളർ നിൽക്കുന്നത്. അതായത് ബ്ലൂ അപ്പിയറൻസ് ആണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൊബൈൽ ഫോണിൻ്റെ ഈ ഒരു ബാക്ക് വശം നമ്മൾ ടോപ്പ് വശത്തെ ഫ്ലാഷ് ലൈറ്റ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു യെല്ലോയിഷ് കളറും കൂടെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഒരു യെല്ലോയിഷ് ഗ്രീനിഷ് കളർ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു വേറൊരു കളർ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തൊരു തീർച്ചയായിട്ടും പോയി ആ ഒരു വീഡിയോ കൂടെ കാണുക. നമ്മുടെ ഈ ഒരു വോളിയം റോക്കേഴ്സും പവർ കീ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു കുഞ്ഞൊരു ഡിസൈൻ തന്നിട്ടുണ്ട്. അതോടൊപ്പം ബാക്കിലായിട്ട് നമുക്ക് 2 ക്യാമറയും അതോടൊപ്പം ഒരു ഫ്ലാഷ് ലൈറ്റും ഒരു സെൻസറും കാണാൻ സാധിക്കും. ബാക്ക് ക്യാമറ വന്നിരിക്കുന്നത് 108 മെഗാപിക്സൽ പ്ലസ് 13 മെഗാപിക്സൽ പ്ലസ് 5 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. 108 മെഗാപിക്സലാണ് ഷവോമി ഇപ്രാവശ്യം ഈ ഒരു ഫോണിന് തന്നിരിക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ബട്ട് ഇന്ത്യയിൽ വരുമ്പോൾ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയിൽ വരുമ്പോൾ ഇതൊരു പ്രൈസ് ഡ്രോപ്പ് ആയിട്ട് പ്രത്യേകിച്ച് റെഡ്മി ഷവോമി ആ ഒരു കമ്പനികൾ ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് നല്ല കുറയ്ക്കും. കാരണം അവരെപ്പോഴും നോക്കുന്നത് നമ്മുടെ യൂസേഴ്സിൻ്റെ കാര്യങ്ങളാണ്. സോ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ബൂട്ടപ്പ് ചെയ്യാൻ കണ്ടോ, ഇത് ആരും നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ മൊബൈൽ ഫോൺ അൺബോക്സ് ചെയ്യുമ്പോൾ എല്ലാം ചൈനീസ് രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് ആകെ സെറ്റിങ്സ് എടുക്കാൻ അറിയാം, ബാക്കിയൊന്നും അറിയത്തില്ല. പിന്നെ കുറേ ചൈനീസ് ആപ്ലിക്കേഷൻസ് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ അകത്ത് ഉണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. കണ്ടോ, ഇവിടെയായിട്ട് നമ്മുടെ ചൈനീസിലെ കുറേ ആപ്ലിക്കേഷൻസ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അപ്പം ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യണം, കാരണം എനിക്കിത് യൂസ് ചെയ്ത് നോക്കാനുള്ളതാണ്. അപ്പോൾ എൻ്റെ ലാംഗ്വേജ് മാറ്റണം, അല്ലെങ്കിൽ ഇത് റീസെറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇത് റീസെറ്റ് ചെയ്തതിൻ്റെ ലാംഗ്വേജ് ഒക്കെ എനിക്കൊന്ന് മാറ്റണം. അതൊക്കെ നമുക്ക് ഈ ഒരു അൺബോക്സിങ്ങിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട് റിവ്യൂവിൽ വരുമ്പോൾ നമുക്ക് മാറ്റാം. അതോടൊപ്പം എൻ്റെ ഈ ഒരു ലൈവ് വാൾപേപ്പർ നിങ്ങളുണ്ടോ, ആ ഒരു ഫൂം ഇങ്ങനെ ഉരുണ്ടിട്ട് പെട്ടെന്ന് ആ ഒരു ലാവ കാണിക്കും. ഭൂമിയല്ല, ഒരു എന്താ പറയുക, ഒരു പ്ലാനറ്റാണ് കേട്ടോ. അത് പെട്ടെന്ന് ഇങ്ങനെ കറങ്ങി വരും. ആകെ എനിക്ക് സെറ്റിങ്സ് എടുക്കാൻ അറിയാം, ഇത്ര മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ എൻ്റെ സെറ്റിങ്സിൽ എബൌട്ട് ഫോൺ ഇതാണെന്ന് തോന്നുന്നു. സോ MIUI 12 ആണ് മൊബൈൽ ഫോണിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ട് വരുന്നത്. പിന്നെ 8GB RAM എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താ എഴുതിയിട്ടുള്ളത്, 108 മെഗാപിക്സൽ പ്ലസ് 13 മെഗാപിക്സൽ പ്ലസ് 5 മെഗാപിക്സൽ ക്യാമറ ബാക്കിലുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. 20 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉണ്ട്. 4600 mAh ബാറ്ററി തന്നിരിക്കുന്നത്. നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ഫോണിൽ കിട്ടുന്നുണ്ട്. ഈ അടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ചൈനീസ് ആപ്ലിക്കേഷനാണ്. മൊബൈൽ ഫോണിൻ്റെ മേളിലായിട്ട് അത്ര വലുതായിട്ടൊന്നുമില്ല. താഴെയുടെ സ്റ്റീരിയോ സ്പീക്കർ, ടൈപ്പ് എടുക്കുള്ള പോർട്ട്, സിം സ്ലോട്ട്, പിന്നെ നമ്മുടെ മൈക്കും കാണാൻ സാധിക്കും. പിന്നെ ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഫോണിൻ്റെ വോളിയം റോക്കേഴ്സ്, പവർ കീയും കാര്യങ്ങളൊക്കെ. ഇതൊരു ചൈനീസ് ആപ്ലിക്കേഷനാണ് കേട്ടോ. അപ്പം വൈഫൈ കണക്റ്റ് ആവുന്നതുകൊണ്ട് സിം എടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇത് ഗ്ലോബൽ വേരിയൻ്റ് ആയതുകൊണ്ടാണെന്ന്. സോ നമുക്ക് ഈ ഒരു സൗണ്ട് ടെസ്റ്റ് ഒന്ന് നോക്കാം. ഫൈനലി നമുക്ക് ഈ ഒരു മ്യൂസിക് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മ്യൂസിക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് നമുക്ക് കിട്ടുന്നത്, ഷവോമിയുടെ ഈ ഒരു മൊബൈൽ ഫോണിനകത്ത്. അതോടൊപ്പം ഇതൊരു ചൈനീസ് സോങ് ആയതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് കിട്ടുമോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല. അഥവാ കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഭാഗം മ്യൂട്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റിയുള്ള വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടുന്നതായിരിക്കും. സോ ഇൻസ്റ്റാഗ്രാം പേജ് ആദിത്യൻ ഫ്രീക്സ്, അതോടൊപ്പം ടെക് ജീക്സ് എന്ന് പറയുന്ന ആ ഒരു 2 അക്കൗണ്ട് ഫോളോ ചെയ്യത്തില്ല, തീർച്ചയായിട്ടും പോവുക. ആദിത്യൻ ഫ്രീക്സ് മാറ്റിപ്പോൾ ആദിത്യൻ എന്ന് മാത്രമാക്കി. പിന്നെ ഇത് 20x സൂം ഉണ്ട്. നിങ്ങൾ ഈ സൂം ഒന്ന് നോക്കിക്കുക, കണ്ടോ, ആ ഒരു കുഞ്ഞ് ഹെഡ്സെറ്റ് നമുക്ക് എത്ര വലുതായിട്ട് കാണാം. നമ്മുടെ ഈ ഒരു 20x സൂമിൽ തന്നെ അത്രയും ആ ഒരു ക്വാളിറ്റി പോലും ഡ്രോപ്പ് ചെയ്ത് ആ ഒരു സൂമിങ് നമുക്ക് ഈ ഒരു ഫോൺ തരുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു 20x സൂം എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടു. ഇത്രയും മാത്രമാണ് എനിക്ക് ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചത്. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്യാമറ ബേസിസിലാണ് കൂടുതലായിട്ടും ഞാൻ ഇമ്പ്രസ് ആയത്. എനിക്കത് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഐക്കൺസ് വെച്ച് എല്ലാം പിടിക്കാൻ പറ്റുന്നുള്ളൂ. സെറ്റിങ്സ് ആയാലും ഏതായാലും വൈഫൈ ആയാലും എല്ലാ ഐക്കൺസ് വെച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. സോ മൊബൈൽ ഫോൺ റീസെറ്റ് ചെയ്യണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. റീസെറ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ആരെങ്കിലും വീഡിയോ നോക്കിയിട്ട് ഇതിൻ്റെ ലാംഗ്വേജ് എങ്ങനെയാണ് മാറ്റുന്നതെന്നൊക്കെ നമുക്ക് നോക്കണം. സോ ഇത്ര മാത്രമേ എനിക്കൊരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. സോ അണ്ടിൽ ദെൻ, ദിസ് ഈസ് ആദിത്യൻ സൈനിങ് ഓഫ്. ബൈ. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.
watching where I step, still hanging in the balance. Not the life I want to live, I want to take it.